ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ പത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ 3 മണിക്ക് 3:15 നമ്മുടെ വ്യവസായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം ഒരു വ്യവസായി എന്നതിലുപരി അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ പോലെയാണ്. അദ്ദേഹത്തിന് 1.3 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും അദ്ദേഹം വീഡിയോസ് ഇടാറുണ്ട്. ഒരു റീൽസ് ആയിട്ട് അദ്ദേഹം ഇടാറുണ്ട്. പുതിയ കാറുകൾ വാങ്ങിക്കുമ്പോഴും പഴയ കാറുകൾ തിരിച്ചെടുക്കുമ്പോഴും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പോലും റീൽസിലൂടെ നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ താരം എന്ന് തന്നെ പറയാം അദ്ദേഹം. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ താരങ്ങളുടെ പതനങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെട്ട്. കാരണം നമ്മളെ പുറമെ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് പ്രകടിപ്പിക്കുന്ന ആൾക്കാർ പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് റെയ്ഡിനിടെ ആദായ നികുതി ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ റെയ്ഡിനിടെ അദ്ദേഹം സ്വന്തം തോക്ക് ഉപയോഗിച്ച്, അദ്ദേഹത്തിന് ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അപ്പോൾ ആ തോക്ക് ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിച്ചു മരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 3:15. അപ്പം ഞാനൊക്കെ ഞാൻ 2009 ബാംഗ്ലൂർ ചെന്നത്. 2009 മുതൽ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ ബാംഗ്ലൂരുണ്ട്. 2009 ഞാൻ LLB പഠിക്കാനൊക്കെ ബാംഗ്ലൂർ ഇരുന്നത്. അപ്പം അപ്പോൾ തൊട്ട് നമുക്ക് ഇദ്ദേഹം ഒരു വലിയ വ്യവസായി എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. പിന്നീട് നമുക്ക് കൂടുതലും നമുക്ക് അദ്ദേഹത്തിനെ പരിചിതൻ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിൽ ആദ്യമായിട്ട് 50 ലക്ഷം തോന്നുന്നു ആ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നു. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് നമുക്കറിയാവുന്നത്. അപ്പം ഞാൻ അഡ്വക്കേറ്റായിട്ട് കർണാടക ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ട് എൻറോൾ ചെയ്തത്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ എതിരെ അങ്ങനെയൊക്കെയുള്ള 2012 കാലഘട്ടത്തിലൊക്കെ റെയ്ഡ് കാര്യങ്ങളൊക്കെ, ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് കാര്യങ്ങളൊക്കെ അന്നൊക്കെ വന്നിരുന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് കേട്ടോ. അപ്പോൾ കാരണം വ്യവസായികൾ ഇത് ഇൻകം ടാക്സ് റെയ്ഡ് അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും അതിനൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് അത് അവരുടെ ഒരു ഫോർമാലിറ്റീസ് ആണ്. ഇൻകം ടാക്സിന് റെയ്ഡ് ഉണ്ടാവും. ആരെങ്കിലും അനോണിമസ് കോൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സുകാർ നോക്കും. ഞാൻ തന്നെ ഇവിടെ ഒരു സ്ഥലത്ത് എനിക്ക് വളരെ അടുത്തുള്ളത്, പക്ഷെ ഇൻകം ടാക്സ് ഒന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. യാതൊരു തരത്തിലുള്ള ടാക്സും കൊടുക്കാതാണ് തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ ബിൽഡിംഗ് ഒക്കെ കെട്ടി മുകളിലും ഷീറ്റ് ഇട്ട് അവിടെയും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ബിൽഡിംഗ്. അവർ യാതൊരു തരത്തിലുള്ള ഇൻകം ടാക്സും പേ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. മാസം ഒരു 3 ലക്ഷം രൂപയോളം മാസം ആ ഒരു ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നവരാണ്. എന്നിട്ട് പോലും 1 രൂപയും ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള കൃത്യമായ ഒരു വിവരം ഉണ്ടായിട്ടും ഞാൻ ഇൻകം ടാക്സിനെ അറിയിച്ചു. കാരണം അവർ ഒരുപാട് ആൾക്കാരെ ചതിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒക്കെ കോൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടായിരിക്കും ആ ഇൻകം ടാക്സിൻ്റെ ഒരു റെയ്ഡ് അല്ലെങ്കിൽ അവരുടെ ഒരു അന്വേഷണം ഉണ്ടാവുക. അപ്പോൾ റോയ് സാറിനെ പോലെയുള്ള ഒരാൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എപ്പോഴും എല്ലായ്പ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. സൊസൈറ്റി മീൻസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ ഇപ്പോൾ സൊസൈറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് CJ റോയ് സാർ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം വളരെ ഒരു നിലയിൽ 90-ൽ അദ്ദേഹം ഒരു മാരുതി വണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ മാരുതി വണ്ടി 25 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കഴിഞ്ഞ വർഷം മീൻസ് 2025 അദ്ദേഹം തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 10 ഇരട്ടി വില കൊടുത്തിട്ടാണ്. പണ്ട് അദ്ദേഹം 1990-ലാണ് ആ മാരുതി വിറ്റത്. ആ മാരുതി വിറ്റിട്ട് അദ്ദേഹം വാങ്ങിച്ച പ്രോപ്പർട്ടി ഉണ്ട് ബാംഗ്ലൂർ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്നല്ല പ്രോപ്പർട്ടിക്ക് ഒരുപാട് വിലക്കുറവായിരുന്നു. ബാംഗ്ലൂർ ഉള്ളിലേക്കും ഈ ഹുബ്ലി ഭാഗത്തേക്കും അതേപോലെ തന്നെ യലഹങ്ക പഴയ എയർപോർട്ട് റോഡ് അവിടെയൊക്കെ അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഉള്ളിലേക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ് പ്രോപ്പർട്ടി. പിന്നെ മുന്തിരിപ്പാടങ്ങൾ അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റി അവിടെ ഹുബ്ലിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നിയമത്തിന് മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. കാരണം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അണ്ടറിൽ ഒരുപാട് ഈ അതിനൊക്കെയുള്ള എന്താ പറയുക ബുക്ക് എടുത്ത് എഴുതുക, കള്ളത്തരങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകയിൽ ഓരോന്നിനും ഓരോ യൂണിവേഴ്സിറ്റി, നിയമത്തിന് വേറെ, എഞ്ചിനീയറിംഗ് കോഴ്സിന് വിശേഷരയ്യ, മെഡിക്കൽ കോഴ്സിന് ആരോഗ്യവകുപ്പ്, അതിനൊക്കെ എന്താ പറയുക രാജീവ് ഗാന്ധി ഹെൽത്ത് സയൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഈ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമ്മുടെ കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റി വളരെ പെർസെൻറ്റേജ് വിജയശതമാനം കുറവായിരുന്നു. ഞാൻ ജയിച്ച സമയത്ത് 6% ആൾക്കാരെ ആദ്യത്തെ ഒരു കുട്ടികളായിരുന്നു. ആദ്യത്തെ 5 ഇയർ ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ 2000
9-ല്. അപ്പം ആ ഒരു ബാച്ചിൽ 6.5%, ഞാൻ 10-ൽ താഴെയായിരുന്നു പെർസെൻറ്റേജ്. അതിൽ വിജയിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു, ഞാനൊക്കെ ബാംഗ്ലൂരാണ്. മോൻ ജനിച്ചത് ബാംഗ്ലൂരാണ്. ചിന്മയ മിഷൻ ഇന്ദിരാനഗർ ഹോസ്പിറ്റലിലാണ് എൻ്റെ മകൻ ജനിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാംഗ്ലൂരുമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ LLB കഴിഞ്ഞു. അവിടെ തന്നെ കർണാടക ഹൈക്കോടതിയിലാണ് ഞാൻ എൻറോൾ ചെയ്തതുമൊക്കെ. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കേരള ബാറിലേക്കൊക്കെ ട്രാൻസ്ഫർ വാങ്ങിച്ച് വന്നത്, കേരളത്തിൽ താമസമായി തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ കൂടുതലും വ്യവസായി എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ഞെട്ടലോടാണ്. അയ്യോ, റോയ് സാറിനെ പോലെ ആൾക്കാർ മരിച്ചു. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ വീഡിയോസൊക്കെ ഞാൻ കാണാം. ഞാനിങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് മണിക്കൂറുകളും ചിലവഴിക്കുന്ന ഒരാളല്ല, കാരണം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ റോയ് സാറിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ ഒരു സന്തോഷങ്ങൾക്ക് പോലും സമയം കണ്ടെത്തുന്നുമില്ല എന്ന്. പക്ഷെ ചെറിയ സന്തോഷം, അതായിരുന്നു അദ്ദേഹത്തിന് സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വന്ന സമയത്ത്, എൻ്റെ ഒരു തോന്നലാണ്, ഇത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇൻകം ടാക്സിൽ പണ്ടൊക്കെ 2012 കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇൻകം ടാക്സിന് കുറച്ച് അദ്ദേഹം അന്ന് ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സ് വെട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർണാടകയിൽ, ബാംഗ്ലൂർ, ഞങ്ങളൊക്കെ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് പറയും, കോൺഫിഡൻറ്റ് ഗ്രൂപ്പുകാർ ഭയങ്കര ടാക്സ് വെട്ടിപ്പാണ് എന്നൊക്കെ പറയും. അതിപ്പം നമുക്ക് ഈ ന്യൂസ് സ്റ്റോക്ക് പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയുക, പരദൂഷണം പറയുക എന്നൊക്കെ പറയില്ല, അതുപോലെ പറയുന്നതായിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളൊരു വ്യവസായ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അതാതിൻ്റെ ഗവൺമെൻറ് തലത്തിൽ കൊടുക്കാനുള്ളത് ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് പോയാൽ നമുക്ക് ഒരു കാര്യത്തിലും നിയമത്തിനെ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പം നിയമത്തിനെ നമുക്ക് ഒരു തരത്തിലും ഭയക്കേണ്ട, എന്ത് റെയ്ഡ് വന്നാലും എന്ത് തരത്തിൽ അന്വേഷണത്തിൽ വന്നാലും നമ്മുടെ കയ്യിൽ ഒരു കറയില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊന്നും അദ്ദേഹത്തിന് എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഈ ചുമ്മാ ആൾക്കാർ ഓരോന്നും പറയുന്നത് വെറുതെ പറയുന്നതാണല്ലോ, അദ്ദേഹം ഇപ്പോൾ ഓക്കെ ആണല്ലോ, അത് അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ഈ അസൂയക്കാർ പലതും പറയുമല്ലോ, അങ്ങനെയുള്ളൊരു ധാരണയായിരുന്നു എനിക്കൊക്കെ. പക്ഷേ ഇപ്പം ഈ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം പോയത്? കാരണം അദ്ദേഹം എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എപ്പോഴും പ്ലഷർ. അദ്ദേഹം എപ്പോഴും പറയും, സന്തോഷമായിട്ട് ജീവിക്കണം, ഞാൻ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണ്, ഞാൻ സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെലിബ്രേഷനാണ് എൻ്റെ ലൈഫ് മുഴുവൻ എന്ന് പറയും. സത്യമാണ്, നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഭയങ്കര സെലിബ്രേഷൻ മൂഡിലാണ്, എപ്പോഴും സന്തോഷവാനായി, എപ്പോഴും ചിരിച്ച്, എപ്പോഴും കൈയൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഞാൻ ചെറിയ ഒരു തുടക്കത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഞാൻ ഇത്രയും 8,000 കോടി, 850 കോടി, അങ്ങനെ 8,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 100 കോടിക്ക് മുകളിലുള്ള കാറുകൾ തന്നെ, രൂപ വിലയുള്ള കാറുകൾ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർ, നമുക്കൊക്കെ 4 ചുറ്റും കടങ്ങളാണ്. ഒരു വണ്ടി എടുത്താൽ അതിന് ലോൺ അടയ്ക്കാൻ കാശില്ല, ഹൗസിംഗ് ലോൺ എടുക്കാൻ കാശില്ല. നമുക്കൊരു ദിവസം, നമ്മളിപ്പോൾ 3 മാസം വീണ് കിടക്കിലാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ, നമ്മുടെ EMI എല്ലാം മുടങ്ങും. EMIക്കാർ വീടുകൾ കയറി ഇറങ്ങും അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്ന നമുക്ക് പോലും ആത്മഹത്യ ചെയ്യാനായിട്ട് മനസ്സ് വരില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്? പുറത്തുള്ള റൂമർ എനിക്ക് താല്പര്യമില്ല. പുറത്തെ റൂമറിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ആദായ നികുതി അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തി. പക്ഷെ അതൊന്നും ഒരിക്കലും അതിനൊരു കഴമ്പില്ല. കാരണം ആദായ നികുതി ഓഫീസേഴ്സ് എത്ര തന്നെ സമ്മർദ്ദപ്പെടുത്തിയാലും അദ്ദേഹം ആ സമ്മർദ്ദത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ കയ്യിൽ ഒരു കറയില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലെങ്കിൽ, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ന്യായമായി നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ഈ 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ 35-40% ഞാൻ തോന്നുന്നു, മേ ബി എനിക്കറിയാം, അത് കൃത്യമായിട്ട് എനിക്കിപ്പം അത് ചെക്ക് ചെയ്തെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. അതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഇതേപോലെ ടാക്സ് ആണല്ലോ ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അപ്പോൾ ഈ ടാക്സ് കൊടുക്കാതെ, ഏതെങ്കിലും രീതിയിൽ കൊടുക്കാതിരുന്നിട്ടായിരിക്കുമോ വീണ്ടും അന്വേഷണം? ആദ്യം തന്നെ 2-3 മാസമായിട്ട് ഇത് അന്വേഷണം നടക്കണം. ഇത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ മാത്രമല്ല, ഇത് ബാംഗ്ലൂരിലെ, കർണാടകയിലെ മിക്കവാറും എല്ലാ ബിൽഡിങ്ങും അതുപോലെ എല്ലാ ബിസിനസ് വ്യവസായികളുടെയും ഓഫീസുകളും ചേർന്ന് എല്ലാം കരുതിക്കുട്ടിയാണോ എന്തോ എനിക്കറിയില്ല, ഇതെല്ലാം നന്നായിട്ട് തന്നെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മീൻസ് അവരത് പർപ്പസ്ഫുള്ളി അവർക്ക് അന്വേഷിക്കണം. മീൻസ് കർണാടകയിൽ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ, കർണാടക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനെ പോലെയല്ല, ഒരുപാട് പൈസ ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അത് ഏത് രീതിയിലും പൈസ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ
മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനം നമുക്കൊരു കാര്യം നടത്തണമെങ്കിൽ നമ്മൾ പിന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ഒരു ലൈസൻസ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആളിൻ്റെ പിന്നെ എന്താണ് വേണ്ടത്, അവരുടെ ആധാർ കാർഡും അവരുടെ ഒരു ഡോക്യുമെൻറ്റും കൊടുത്തൊരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 5000 രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയും ഓടിച്ച് കാണിക്കേണ്ട, നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന നാടായിരുന്നു ഒരു 5 വർഷം മുമ്പ് വരെ കർണാടക. ഇന്ന് എനിക്ക് 5 വർഷം മുമ്പ് വരെയായിരുന്നു ഞാൻ കർണാടകയിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 5-6 വർഷം. അതിനുശേഷം ഞാൻ പിന്നെ ബാംഗ്ലൂർക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എനിക്ക്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കർണാടകയെക്കുറിച്ച് അറിയാവുന്നത് ഒരുപാട് കാര്യങ്ങൾ, അവിടെ വികസനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിരക്ഷരരായിട്ടുള്ള ജനങ്ങൾ, കർഷക വൃത്തിയിൽ ഏർപ്പെടുന്നവർ, പശുക്കളെ മേയിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പിന്നെ ഈ വലിയ വലിയ കാശുകാർ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഫാക്ടറികളൊക്കെ ഇടും. ഒരുപാട് തരിശു ഭൂമികളുണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടുപോയി പിന്നെ എന്താ പറയുക, ഇതേപോലെയുള്ള ഫാക്ടറികളൊക്കെ ഇട്ട് അങ്ങനെ കാശുണ്ടാക്കും. അവിടെ സാധാരണക്കാരെ കൂലിപ്പണി ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കാശുണ്ടാക്കുന്ന കുറേ വലിയ വലിയ വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ പണക്കാരായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹൈ ഫാമിലി ബേസ്ഡ് ഉള്ള ആൾക്കാർ, ഒരു ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ, ഫാമിലി അല്ല ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിലുള്ള എനിക്കതിനകത്തൊരു കഴമ്പ് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഇത്രയും കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള റോയ് സർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഒരു വളരെ പാനിക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ഞാനൊരു സൈക്കോളജി പഠിച്ച ഒരാളും കൂടി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അദ്ദേഹം ചെറിയ ഒരു കാര്യങ്ങൾക്ക് ഭയങ്കരമായ ഹാപ്പിനെസ്, ചെറിയ കാര്യങ്ങൾ മീൻസ് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒരു പശുവിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥനാണോ എന്തോ, ഒരു പിന്നെ അമ്പലത്തിൽ എന്തോ ആണ്. അപ്പോൾ അവർ പശുവിനെ മേയ്ക്കുന്ന, പശുക്കളൊക്കെ ഉണ്ട്, പശുവിന് പാല് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അവരെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ആ ഒരു ഫാമിൻ്റെ നടുക്കാണ് ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതിനകത്തൊക്കെ ഭയങ്കര ഹാപ്പിനെസ്, അദ്ദേഹം ഭയങ്കര എന്തോ ഒരു ഭയങ്കര വലിയ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ, ആ ഒരു വീഡിയോ നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് തരുമ്പോൾ അദ്ദേഹം അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായി സന്തോഷിക്കുകയും അതിനൊക്കെ ഒരു വളരെ ചെറിയ കാര്യങ്ങൾ വളരെയധികം പാനിക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു മൈൻഡും ആയിരിക്കുമോ അദ്ദേഹം എന്ന് നമുക്ക് പേഴ്സണൽ അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴും തോന്നുന്ന ഒരു വളരെ ചെറിയൊരു സംശയം മാത്രമേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. സമ്മർദ്ദപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹം താൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഗ്രാൻഡായിട്ട് ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ അറസ്റ്റൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ലോകം മുഴുവൻ സോഷ്യൽ മീഡിയ വഴി തന്നെ എല്ലാവരും അറിയുമല്ലോ എന്നുള്ള പെട്ടെന്നുണ്ടായ ഒറ്റ നിമിഷത്തെ ഒരു തോന്നലിന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ, മരിച്ചു കളയാമെന്ന് വിചാരിച്ചങ്ങ് മരിച്ചു പോയതാണോ എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് മരിക്കുന്നത്? ഒരു ആദായ നികുതി, ഒരു ഇൻകം ടാക്സിൻ്റെ ആൾക്കാർ വന്നിട്ട് സംസാരിച്ചു എന്ന് കരുതിയിട്ട് ഇൻകം ടാക്സുകാർ സംസാരിച്ചാൽ എന്തിനാണ് നമ്മൾ മരിക്കുന്നത്? നമുക്ക് ഇവിടെ നിയമമുണ്ട്, കോടതികളുണ്ട്. എന്നാൽ ചോദിക്കും ഇവിടുത്തെ നിയമം എല്ലാം കറക്റ്റ് ആണെന്ന്. ഇല്ല, പരമോന്നത നീതിന്യായ കോടതി വരെ നമുക്കുണ്ട്. നമ്മൾ എല്ലാവരും ചില കോടതികൾ കാണിക്കുന്ന അറിവില്ലായ്മ എന്നെനിക്ക് പറയാൻ പറ്റും. ചില കോടതികൾക്കുള്ള ഇല്ലാത്ത അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നതല്ല. വളരെ വിവരവും വളരെ കാർക്കശ്യവും വളരെ കറക്റ്റ് നീതിയും നിർവഹിക്കുന്ന ഒരുപാട് ന്യായാധിപന്മാരുള്ള നാടാണ് നമ്മുടേത്. ഒരുപാട് ന്യായാധിപന്മാരുള്ള കോടതികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതികളും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ ഇങ്ങനെയുള്ള കോടതികളുള്ളപ്പോൾ, അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ഇങ്ങനെ കോടതികളും കേസുകളൊക്കെ ഉണ്ട്. ഇന്ന് കേസുകളൊന്നും ഒരിക്കലും ഒരാൾക്കും പുത്തരിയല്ല. ആരുടെ പേരിൽ വേണമെങ്കിലും കേസ് വരാം, ഏത് തരത്തിലും കേസ് വരാം. സർക്കാർ തന്നെ നമ്മുടെ പേരിൽ ഏതെങ്കിലും രീതിയിൽ കേസ് എടുക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് വന്നു എന്ന് കരുതിയിട്ട് ഭയപ്പെട്ട് ഒറ്റ നിമിഷത്തിൽ ഓടിപ്പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്യുമോ? അതാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. കാരണം ഈ കേസുകളൊക്കെ, ഈ കേസ് വന്നാൽ ഇപ്പോൾ അറസ്റ്റ് വന്നാൽ എന്താണ്? ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താൽ എന്താണ്? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ബെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞിട്ട് സുപ്രീം കോടതി കൊടുക്കുക. പിന്നെ ഇൻകം ടാക്സിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭയന്നാൽ മതി.
മതി. നമ്മൾ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ കുരുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും വർഷങ്ങളായിട്ട് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള, ഞാനൊരു MBA കാരിയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ആ വ്യവസായത്തിൽ എന്തെങ്കിലും ഒരു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യവസായം ആരതിനകത്ത് കയറി കളിച്ചാലും നമുക്കത് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ബിസിനസ്സിൽ MBA അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അല്ലല്ല ഇതിലാണ് ഡോക്ടറേറ്റ് എനിക്കറിയില്ല, അദ്ദേഹം മറൈൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. സോറി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഒറ്റ നിമിഷം കൂടി ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റെയ്ഡിനിടയിൽ അദ്ദേഹം അകത്തേക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി പോവുകയും ആ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയതിനു ശേഷം കതകുകളെല്ലാം അടയ്ക്കുകയും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന റിവോൾവർ എടുത്ത് അദ്ദേഹം വെടിവെക്കുകയും ചെയ്തു എന്നുള്ളത്, നെഞ്ചത്തേക്ക് വെടിവെച്ച് സ്വയം മരിക്കുകയും ചെയ്ത് എന്നുള്ളതാണ് നമുക്ക് പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഇൻകം ടാക്സിന്റെ ഒരു റൂൾസ് ഉണ്ട് കേട്ടോ. ഈ ഇൻകം ടാക്സ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നു ഞാൻ ഇവിടെ ഇരിക്കണം. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഇൻകം ടാക്സ് 1-2 ഓഫീസേഴ്സ് നമ്മുടെ മുന്നിലിരിക്കും. നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് മാറാൻ പാടില്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് അവരുടെ ഫ്രണ്ടിൽ വെക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു IT ആക്ടിൻ്റെ ബേസിൽ അണ്ടറിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ആ ഒരു ആരൊക്കെയാണ് ഇൻകം ടാക്സ് ആരെ ബേസ് ചെയ്താണ് ഇൻകം ടാക്സ് അവിടെ റെയ്ഡ് നടക്കുന്നത്, ആ ആൾക്കാരെ എല്ലാം അവിടെ തന്നെ ഇരുത്തും. അതിൻ്റെ ഒരു മനുഷ്യരും ആ ഓഫീസിൽ ജീവനക്കാർ പോലും പുറത്തു പോകാൻ പറ്റില്ല. അവരുടെ എല്ലാ ഫോൺ അവിടെ വാങ്ങിച്ച് അവിടെ തന്നെ ടേബിളിൽ വെക്കും. കോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ് ആണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ അപ്പോഴും പറയാം, അവരുടെ മുന്നിൽ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമയിൽ കാണുന്ന കുറച്ചൊക്കെ ഏകദേശമൊക്കെ അത് കറക്റ്റാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ഏതെങ്കിലും ഇതേപോലെ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ വീട്ടിലെ ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ എന്നെക്കുറിച്ച് എല്ലാം അന്വേഷിക്കും. ഞാൻ എന്താണ്, ഞാൻ ഏതാണ്, അപ്പോൾ എനിക്ക് ലൈസൻസ് ഉള്ള റിവോൾവർ ഉണ്ടോ, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എനിക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അത് പരിശോധന വിധേയമാവും. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയെന്ന് ചോദിക്കും. അതവിടെ അവരുടെ മുന്നിൽ സറണ്ടർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ടായിട്ടും അതെന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് നോക്കാതിരുന്നത്, അതെന്തുകൊണ്ടാണ് അവർ സറണ്ടർ ചെയ്യിക്കാഞ്ഞത്? അപ്പോൾ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. കാരണം എന്തുകൊണ്ടാണ് IT ഓഫീസേഴ്സ് വന്നിട്ടും അതൊന്നും ചെക്ക് ചെയ്യാഞ്ഞത് എന്താണ്? പിന്നീട് അമ്മയോട് സംസാരിക്കാൻ എന്തിനാണ് അകത്ത് റൂമിൽ പോയിരുന്നത്? ഒരാളിനോട് പോലും സംസാരിക്കാൻ ഈ IT ഓഫീസേഴ്സിൻ്റെ മുന്നിലാണ് ഇതെല്ലാം സംസാരിക്കേണ്ടത്. പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് റൂമിലേക്ക് വിട്ടത്? അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു പുകമറയാണ്. എന്ത് തന്നെയായാലും റോയ് സാറിന് ഭയങ്കരമായിട്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ഒരു ഭയങ്കര ഒരു എന്താ പ്ലഷറായിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം കൂടുതലും ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ട് വീഡിയോസ് ഇടുന്നത്. കർണാടക ബേസ്ഡ് ആയതുകൊണ്ട് അദ്ദേഹം കർണാടകയിലാണ് പഠിച്ചതും അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ജനിച്ചതും പഠിച്ചതും കർണാടകയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കർണാടക ബേസ്ഡ് എന്നുള്ള രീതിയിൽ കൂടുതലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പം ഭയങ്കര പ്ലഷറാണ് അദ്ദേഹത്തിൻ്റെ ഓരോ റീൽസും കാണുമ്പോൾ. റീൽസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത്രയധികം ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള റീസൺ പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു പാനിക് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് രൂപപ്പെട്ട് കാണും. ഒരു ക്യാരക്ടർ രൂപപ്പെട്ട് പെട്ടെന്ന് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നാണക്കേടാവും, സമൂഹം എനിക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരൊറ്റ നിമിഷത്തിൻ്റെ ദൗർബല്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഇതെന്തിനാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിയമമൊക്കെ വരുമ്പോൾ പിന്നീടല്ലേ തെളിയിക്കാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ പേരിൽ ഒരാൾ കേസ് കൊടുത്താൽ നമുക്കത് തെളിയിക്കണമെങ്കിൽ പിന്നീട് കുറേ കാലം കഴിയും. അതൊന്നും സോഷ്യൽ മീഡിയ ചാനലുകാരോ ഒന്നും ഏറ്റെടുക്കത്തില്ല. കാരണം ഈ പിടിക്കുന്നതും കുറ്റവാളി എന്നുള്ളത് ആരോപിക്കപ്പെടുന്നതും ഇയാളൊരു കുറ്റവാളി എന്നങ്ങ് ചിത്രീകരിക്കുന്നത് മാത്രമാണ് മീഡിയാസും സോഷ്യൽ മീഡിയയും ചെയ്യുന്നത്, അല്ലേ? സാധാരണ മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയാസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇയാളൊരു കുറ്റവിമുക്തനായി എന്ന് പറയുന്നത് ഒരു വലിയ സെലിബ്രേഷനായിട്ട് ആഘോഷിക്കത്തില്ല. കുറ്റവാളിയായി ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സെലിബ്രേഷനായിട്ട് ഇവരെ ആഘോഷിക്കണം. ഭയങ്കര ആഘോഷമാണ് മീഡിയാസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിനെ ഭയന്നിട്ടാവാം ആത്മഹത്യ ചെയ്തത്. എന്ത് തന്നെയായാലും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്
ഒരു ഈ വ്യവസായത്തിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ, ടാക്സുകൾ അടയ്ക്കുന്നതിൽ അദ്ദേഹം ഇൻകം ടാക്സിന്റെ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തിയിട്ടുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഫോൾട്ട് പറ്റി ഇത്ര വലിയൊരു ബിസിനസ്സും ഇത്രയും കണ്ണിങ് ആയിട്ട് ബിസിനസ് നടത്തിയ ഒരു സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യന് ഇത്രമാത്രം അധപ്പതനം സംഭവിച്ചുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അറ്റ്ലസ് രാമചന്ദ്രൻ ഇതേപോലെ തന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ലായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ജയിലിൽ കിടന്നു, വളരെ നരകിച്ച് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചത്. അറ്റ്ലസ് രാമചന്ദ്രൻ, അറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമ. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കടബാധമുള്ള കാര്യങ്ങളോ ഒന്നുമുള്ള മനുഷ്യനല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെ ആയാലും വളരെ നല്ല അന്വേഷണം വേണം. പക്ഷെ എന്നാലും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഞാനൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലും പരിചയപ്പെടണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും താഴേക്കിടയിൽ നിന്ന് നമുക്കൊരാളിനെ പരിചയപ്പെടാനോ ഒന്നും ആഗ്രഹമില്ല. കാരണം നമുക്കൊരാളോട് സഹായം ചോദിക്കാം, നമുക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സഹായം ചോദിച്ചല്ല, നമ്മുടെ ഒരു വിദ്യാഭ്യാസവും നമ്മുടെ ഏതെങ്കിലും നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനെയൊക്കെ പരിചയപ്പെടാം. അങ്ങനെ പരിചയപ്പെടാൻ ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്ന ചുരുക്കം ചില ഒരാൾ ഞാൻ പരിചയപ്പെടണം, ഭാവിയിൽ പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചു വെച്ചിരുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ റോയ് സാർ. അപ്പോൾ അദ്ദേഹം എന്തായാലും നമ്മുടെ വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾ വളരണം, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ആർക്കും ചെയ്യാൻ പാടില്ല, അങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കുരുക്കിയതാണോന്നറിയില്ല, ഇത് യഥാർത്ഥമായിട്ടും അദ്ദേഹം വെടിവെച്ചതാണോ എന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നമ്മളും അതിൻ്റെ കൂടെ ദുഃഖം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.